മയക്കുമരുന്ന് കേസിൽ ഷൈൻ ടോം ചാക്കോയെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഹോട്ടൽ മുറിയിൽ ഷൈനൊപ്പം ഉണ്ടായിരുന്ന അഹമ്മദ് മുർഷാദാണ് കേസിൽ രണ്ടാം പ്രതി. ഹോട്ടൽ മുറിയിൽ ലഹരി ഉപയോഗിച്ചെന്നും തെളിവ് നശിപ്പിക്കാനാണ് ജനൽ വഴി ചാടിയതെന്നും എഫ്ഐആറിൽ പറയുന്നു. മറ്റന്നാൾ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, നിർണായകമായ വിവരങ്ങൾ എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഒന്നാം പ്രതിയാണ്. എന്തിനാണ് ഈ ഓടിയത്, എന്തിനാണ് ജനൽ വഴി ചാടിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ എഫ്ഐആറിൽ പോലീസ് തൽക്കാലം ഒരു വ്യക്തത വരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ശരിക്കും ഇന്ന് സംഭവിച്ചത്? ജാമ്യം ഉൾപ്പെടെയുള്ള പുറത്തിറങ്ങിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, പോലീസിന്റെ നീക്കം ഇനി എങ്ങനെയായിരിക്കും? പോലീസ് ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടുകൂടി കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത്. ഷൈന്റെ കൂട്ടുപ്രതിയായ മലപ്പുറം സ്വദേശി അഹമ്മദ് മുർഷാദ് ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനുള്ളിലുണ്ട്. ഇയാളെ കൂടി വൈദ്യപരിശോധന നടത്താൻ, അതായത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സംഭവ ദിവസം ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം ആ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നത് ഈ അഹമ്മദ് മുർഷാദാണ്. പിന്നീട് ഡാൻസ് ഓഫ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അന്ന് വിശദമായി ചോദ്യം ചെയ്തിരുന്നതാണ്. പിന്നീട് ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തി വൈദ്യപരിശോധനയിലേക്ക് പോലീസ് പോകുന്നത്. ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഒരു രത്നച്ചുരുക്കം നോക്കിക്കഴിഞ്ഞാൽ ഷൈൻ ടോം ചാക്കോ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ എത്തിയത് ഈ മൊഴി നൽകി മടങ്ങിപ്പോകാം, എളുപ്പത്തിൽ മടങ്ങിപ്പോകാമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അഭിഭാഷകർക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങൾ അല്പം മാറിപ്പോയി. അതായത് പോലീസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിരുന്നു. ആ മുൻകൂട്ടി തീരുമാനിച്ച പോലീസിന് മുന്നിലേക്കാണ് ഷൈൻ ടോം ചാക്കോ എത്തിപ്പെട്ടുപോയത്. കൃത്യമായി ചോദ്യാവലികൾ തയ്യാറാക്കി ഗൃഹപാഠം ചെയ്ത് ഷൈൻ ടോം ചാക്കോയെ കുരുക്കിക്കളയുകയാണ് പോലീസ് ചെയ്തത്. കാരണം നേരത്തെ തന്നെ ഈ പഠിച്ചു ഉറപ്പിച്ചു വെച്ച ചോദ്യത്തിന് മറുപടി നൽകാനാണ് ഷൈൻ ടോം ചാക്കോ എത്തിയത്. എന്തിനോടി? അതിനുള്ള മറുപടി ഒരു റെഡിമെയ്ഡ് മറുപടിയുമായിട്ട് എത്തി. താൻ വന്നപ്പോൾ ഗുണ്ടകളെ കണ്ടു, അങ്ങനെ സംശയിച്ചോടി ഇതാണ് പറഞ്ഞത്. പക്ഷേ അവിശ്വസനീയമായ ഒരു കാര്യം, ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ശേഷം പിന്നെ എത്തിയത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കാണ്. അവിടെ 2 മണിക്കൂർ ചെലവഴിച്ച ശേഷം പുലർച്ചെ അവിടെ നിന്നും ഇറങ്ങി ഓടി. എന്തിനോടി എന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായ ഉത്തരം ഷൈൻ ടോം ചാക്കോയ്ക്കില്ല. പിന്നീടാണ് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും ലഹരി ഇടപാടുകാരുമായും ഒക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. നടി വിൻസി അലോഷ്യസിന്റെ പരാതി സംബന്ധിച്ചും ഷൈൻ ടോമിനോട് ചോദ്യങ്ങൾ പോലീസ് ഉന്നയിച്ചു. പക്ഷേ വിൻസി പറയുന്ന ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്തത്. തനിക്കെതിരെ ഒരു ഗൂഢാലോചന സെറ്റിൽ നടന്നു, അതിന്റെ ഭാഗമായിട്ട് വന്ന പരാതി. താൻ ഒരു തരത്തിലും വിൻസി ആരോപിക്കുന്ന കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്നതാണ് ഷൈൻ ടോം ചാക്കോ പോലീസ് പല കാര്യങ്ങളും ഷൈൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് ബിനിൽ. പക്ഷേ ഇതിൽ പോലീസ് ഇതെല്ലാം എത്ര പ്രാധാന്യത്തോട് മുന്നിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊക്കൈൻ കേസിന്റെ വിധി എന്തായാലും അവർക്ക് വലിയ പ്രശ്നമായിട്ട് മുന്നിൽ നിൽപ്പുണ്ട്. ഇതിലിപ്പോൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു പറയുന്നു. ആരിലേക്കൊക്കെ ഇനി അന്വേഷണം പോകുമെന്നുള്ളത് പ്രധാനമാണ്. ഈ രണ്ടാം പ്രതിയായിട്ടുള്ള അഹമ്മദ് മുർഷാദ്, ഇയാൾ ആരാണ്? ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അഹമ്മദ് മുർഷാദ് മലപ്പുറം സ്വദേശിയാണ്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു സുഹൃത്താണ്. ഇതാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഈ സംഭവ ദിവസം ഡാൻസ് ഓഫ് സംഘം എത്തുമ്പോൾ ഈ ഹോട്ടൽ മുറിക്കുള്ളിൽ ഈ അഹമ്മദ് മുർഷാദ് ഉണ്ടായിരുന്നു. ഇയാൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇയാളെ അവിടെ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് ദേഹപരിശോധനയൊക്കെ നടത്തി. പക്ഷേ ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെടുക്കാൻ ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല. ഹോട്ടൽ ആകെ അരിച്ചുപെറുക്കി, അവിടെ നിന്നും ഒന്നും കിട്ടിയില്ല. പക്ഷേ ഷൈൻ ടോം ചാക്കോ എന്തിനോടി? അവിടെയാണ് പോലീസിന് സംശയമുണ്ടായത്. ആ സംശയത്തിൽ നിന്നാണ് ഇന്നത്തെ എഫ്ഐആർ തന്നെ വന്നിരിക്കുന്നത്. ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകും. 22 ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ഷൈൻ 21 ഹാജരാകാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 21 ഷൈൻ എത്തും. ഷൈൻ എത്തിയാൽ വീണ്ടും ചോദ്യം ചെയ്യും. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ വകുപ്പുകൾ പരിശോധിച്ചാൽ അത് അത്ര വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളൊന്നുമല്ല ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കൂടുതൽ ഭയക്കേണ്ടതില്ല. പക്ഷേ ഇന്നത്തെ ശാസ്ത്രീയ പരിശോധന, അതായത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന പരിശോധന, അത് പോസിറ്റീവായാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കുഴപ്പത്തിലാകുകയും ചെയ്യും. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വരാൻ പറഞ്ഞ ദിവസത്തിനും സമയത്തിനും മുൻപേ തന്നെ താൻ എത്തിക്കോളാം എന്ന രീതിയിൽ നല്ല അച്ചടക്കത്തോടു കൂടി തന്നെ ഷൈൻ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിലെല്ലാം കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ഇത് ബലപ്പെടുത്തുന്ന രീതിയിൽ മുന്നിലേക്ക് പോകുക, അന്വേഷണം കൊണ്ടുപോകുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.